ഹായ് നമസ്കാരം. ഞാൻ നൗഫൽ, കോഴിക്കോട് പെരുമണ്ണയാണ് വീട്. RCM എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൽ കാരണം അങ്ങനെ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ സംവിധാനം എന്ന് പറയുമ്പോൾ വലിയൊരു സംവിധാനം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു പ്രസ്ഥാനം എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. ഈ സംവിധാനത്തിലൂടെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിളാണ്. അതിലുപരി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ തൊട്ടുപുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പെയിൻറ്റ്. നിങ്ങൾ ചോദിക്കും, RCM എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി അതിൻ്റെ കൂടെ ഒരു പെയിൻറ്റും കൂടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ചിന്തിക്കുന്നു, ഈ ഒരു സംവിധാനത്തിലൂടെ എങ്ങനെയാണ് പെയിൻറ്റും കൂടെ ഉൾപ്പെട്ടത്, അല്ലെങ്കിൽ ആ പെയിൻറ്റിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ സിസ്റ്റത്തിലൂടെ കൊണ്ടുപോകേണ്ട പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത്, എത്ര ശതമാനത്തോളം നമുക്കതിൽ വെള്ളം ആഡ് ചെയ്യാൻ പറ്റും, എത്ര ശതമാനത്തോളം നമുക്ക് ഏരിയ കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു പെയിൻറ്ററെ സംബന്ധിച്ചിടത്തോളം ആ പെയിൻറ്റർ അദ്ദേഹം പല പ്രൊഡക്റ്റുകളും ഉപയോഗിച്ച ഒരു വ്യക്തിയായിരിക്കാം. നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്ന ഈ RCMലൂടെ കിട്ടുന്ന തുളസി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഈ പ്രൊഡക്റ്റുകൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മറ്റ് കമ്പനിയുടെ പ്രൊഡക്റ്റുകളെക്കുറിച്ച് ഇതിൽ മിക്സിങ് കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ സാധാരണയായി അടിക്കുന്ന പെയിൻറ്റുകളെ പോലെ അങ്ങ് വെള്ളം ഒഴിച്ചടിച്ചാൽ പോരെ എന്ന്. പോരാ. അതിൻ്റെ മാറ്റം, അതിൻ്റെ വ്യത്യാസം, അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഇതൊക്കെ കറക്റ്റായിരിക്കണം. കറക്റ്റ് ആവണമെങ്കിൽ നമുക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ മിക്സിങ്, അതല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ്, ഇതെല്ലാം കറക്റ്റായി കിട്ടണമെങ്കിൽ അത് വൃത്തിയായ രീതിയിൽ മിക്സിങ് കറക്റ്റാവണം, വെള്ളം ഐഡായി എന്ന് ഉറപ്പുവരുത്തണം, അതിൻ്റെ കോട്ടിങ് ലെവലാണെന്ന് ഉറപ്പുവരുത്തണം, അണ്ടർ കോട്ടിങ് ലെവലായി എന്ന് ഉറപ്പുവരുത്തണം. ഈ കാര്യങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കുക. പ്രൈമർ കോട്ടിങ് വൃത്തിയായി എന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടാം. ഈ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുമ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ്, കാരണം പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എമൽഷൻ ആൻഡ് പ്രൈമർ. മറ്റ് പ്രോഡക്റ്റുകളൊന്നും നമുക്ക് കമ്പനിയിൽ ഇല്ല. അത് ഇല്ലാത്തതിൻ്റെ കാരണം നമുക്ക് ഹെവി മെറ്റൽ കണ്ടൻ്റായ ലെഡ്, മെർക്കുറി ഇങ്ങനെ തുടങ്ങി ഹെവി മെറ്റൽ കണ്ടൻ്റായ ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കാറ്റലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനകത്ത് എമൽഷനുണ്ട്, അതിനോട് ഉപയോഗിക്കേണ്ട പ്രൈമറുമുണ്ട്. ഈ പ്രൈമർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ കൊടുത്ത ഗ്രേസ് എന്ന് പറയുന്ന എമൽഷൻ, അതിന് നമുക്ക് ഇൻറ്റീരിയറാണ് ഗ്രേസ് എമൽഷൻ. അതിന് പ്രൈമറായിട്ട് ഉപയോഗിക്കാൻ ഇവിടെ സജസ്റ്റ് ചെയ്തേക്കുന്നത് പോളാർ സിമെൻറ്റ് പ്രൈമറാണ്. അടുത്ത എമൽഷൻ വിഗോർ എന്ന് പറയുമ്പോൾ അതിലേക്ക് പ്രൈമറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കമ്പനി സജസ്റ്റ് ചെയ്തത് മിൻറ്റ് പ്രൈമറാണ്. അടുത്തത് ഗുഡ് വൈബ് പ്രൈസ് പ്രൈമറാണ് അതിൽ സജസ്റ്റ് ചെയ്തേക്കുന്നത്. ഔറിയ അതിനും സജസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് പ്രൈമറാണ്. ഇനി അടുത്തതായിരിക്കുന്ന എലൻസ. ഈ എലൻസയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ ഷൈൻ, ഒരു അൾട്ടിമ പ്രൊട്ടക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് എലൻസ കൊടുക്കാൻ പറ്റും. എക്സ്റ്റീരിയറായിട്ടും ഇൻറ്റീരിയറായിട്ടും നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിക്കാം. 2 എണ്ണം ഒഴിച്ച്, ഒന്ന് ഗ്രേസും മറ്റൊന്ന് ഗുഡ് വൈബും. ഈ 2 പ്രൊഡക്റ്റ് ഒഴിച്ച്, ഇത് രണ്ടും ഇൻറ്റീരിയറാണ്. ബാക്കി എല്ലാ പ്രൊഡക്റ്റും ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും അടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇനി നമ്മുടെ ഈ എലൻസയ്ക്ക് നമ്മൾ പ്രൈമറായിട്ട് ഉപയോഗിക്കുന്നത് ഡാം പ്രൊട്ടക്റ്റാണ്. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ നെയിം വരുന്നത് എറ്റർണിറ്റി എന്നാണ്. ഈ എറ്റർണിറ്റി എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഡാം പ്രൊട്ടക്റ്റാണ്. അത് നമ്മൾ 50% വെള്ളം ചേർത്ത് പ്രൈമർ ഉപയോഗിക്കുന്ന അതേ കണ്ടീഷനിൽ നമുക്ക് അടിക്കാൻ പറ്റും.
എന്നിട്ട് അതിന് ടോപ്പ് കോട്ടായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ എലൻസയാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 7 വർഷം പക്ക ഗ്യാരണ്ടി ഉറപ്പാണ്. നമുക്ക് പൂപ്പലൊന്നും പിടിക്കാതെ പൂർണ്ണമായിട്ട് നമുക്കതിനെ നിലനിർത്താൻ പറ്റും. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓൾറൈറ്റ്. ഈ ഓൾറൈറ്റ് ഹൈ ഷൈൻ എമൽഷനാണ്. അലാസ്റ്റോമറിക് ടെക്നോളജി ഉപയോഗിച്ച എമൽഷനാണ്. അതിനും പ്രൈമർ ഉപയോഗിക്കേണ്ടത് ഡാം പ്രൊട്ടക്റ്റ് തന്നെയാണ്. എറ്റർണിറ്റി എന്ന് പറയുന്ന ഡാം പ്രൊട്ടക്റ്റ് തന്നെയാണ് നമുക്കതിലും പ്രൈമറായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യം. ഇനി ഈ ഹൈ ഷൈൻ എമൽഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ്. അതിനനുസരിച്ച് അതിൻ്റെ ഷൈനിങ്ങും വ്യത്യാസമാണ്. എന്നാൽ പ്രൈമറിൻ്റെ ഉപയോഗം നല്ല ഫിനിഷിംഗ് ആക്കി വൃത്തിയായി എമൽഷൻ നിങ്ങൾ എങ്ങനെ അടിക്കുന്നുവോ അതേ കണ്ടീഷനിൽ നിങ്ങൾ പ്രൈമറിനെ അടിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഹൈ ഷൈൻ എമൽഷനുകളൊക്കെ പ്രീമിയം എമൽഷനുകളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിൻ്റെ അണ്ടർ കോട്ടിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും അടയാളങ്ങൾ, ഒരു പാട്, കല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നം ടോപ്പ് കോട്ട് അടിച്ചാലും അത് പുറത്തേക്ക് കാണിക്കും. അതിന് അണ്ടർ കോട്ടിങ് പക്ക ഫിനിഷ് ചെയ്യണം. ഇതൊരു ഷൈനിങ് ഉള്ള പ്രീമിയം എമൽഷനാണ്, ഹൈ ഷൈൻ എമൽഷനാണ് ഇത് രണ്ടും. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പിന്നെ വെള്ളം ആഡ് ചെയ്യുമ്പോൾ 40 to 50% നമ്മുടെ പ്രൈമറും എമൽഷനും ഒക്കെ വെള്ളം ആഡ് ചെയ്യേണ്ടത്. പൊട്ടിയിട്ട സ്ഥലത്ത് 50%, 55% വരെയും വെള്ളം മിക്സ് ചെയ്ത് അടിച്ചവരുണ്ട്, അടിക്കാനും പറ്റും. അപ്പോൾ ആളുകൾക്ക് തോന്നും ഇത്രയും വെള്ളം ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഉദാഹരണം 50% എന്ന് പറയുന്നത് 20 ലിറ്റർ എമൽഷൻ ആണെങ്കിൽ ആ 20 ലിറ്ററിലേക്ക് നമ്മൾ 50% എന്ന് പറയുമ്പോൾ ഏകദേശം 10 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ചിന്താഗതി ഉണ്ടാകും. എന്താണെന്ന് വെച്ചാൽ അതിൽ 50% വെള്ളം, അതായത് 10 ലിറ്റർ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ലൂസായിട്ട് ചുവരിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഭിത്തിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഒലിച്ചിറങ്ങും, ഊർന്നിറങ്ങുന്ന ഒരു വിഷയം ഉണ്ടാകില്ലേ എന്നുള്ള ഒരു ചോദ്യം മനസ്സിൽ വന്നേക്കാം. ആ ചോദ്യം നമുക്ക് തൽക്കാലം വെട്ടിമാറ്റാം. അത് വേണ്ട, ആ ചോദ്യം വേണ്ട. കാരണം ഇത് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നില്ല. ഇത് അത്യാവശ്യം തിക്നെസ് കൂടിയ എമൽഷനാണ്. വെള്ളം അത്രയും ആഡ് ചെയ്യാൻ കമ്പനി ഉറപ്പ് പറയുന്നതും അതുകൊണ്ട് തന്നെ. പിന്നെ മിക്സിംഗ് ആണ് പ്രധാനം. വെള്ളം അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ വെള്ളം, വാട്ടർ അതിൽ മിക്സായി എന്ന് ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യമാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, വെള്ളം മിക്സായി എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ മറ്റൊരു കാര്യം ചെയ്യേണ്ടത്, ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പെയിൻറ്റ്, ആ പെയിൻറ്റിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്പം എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു, എന്നിട്ട് കൊണ്ടുപോയി അടിക്കുന്നു. പിന്നെ അല്പം അതിൽ നിന്ന് എടുക്കുന്നു, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു, കൊണ്ടുപോയി അടിക്കുന്നു. ഈ പ്രയോഗം പറ്റൂല, അത് ഒഴിവാക്കണം, അത് പറ്റത്തില്ല. ഇത് ഒരു ടിന്ന് പൊട്ടിച്ചാൽ ആ ടിന്നിലുള്ള പെയിൻറ്റിനെ നല്ലവണ്ണം അത് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം കൈകൊണ്ടോ അല്ലെങ്കിൽ പുട്ട് മിക്സറോ ഉപയോഗിച്ച് നല്ലോണം മിക്സ് ചെയ്യണം. അതിന് ശേഷമാണ് വെള്ളം ആഡ് ചെയ്യേണ്ടത്. 10 ലിറ്ററാണ്, ആ 10 ലിറ്ററിലേക്ക് ആവശ്യമായ 5 ലിറ്റർ വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയാൽ മതി. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ കുറേശ്ശായിട്ട് എടുത്തിട്ട് കൊണ്ടുപോയി അടിക്കുന്ന പരിപാടി വേണ്ട. അത് വ്യക്തമായിട്ട് അങ്ങനെ തുറന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു. ഇവിടെ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ പോളിമർ പുട്ടിയുണ്ട്. പുട്ടി ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പോളിമർ പുട്ടിയാണ്. പോളിമർ പുട്ടിയുണ്ട്. അതുപോലെ ഇൻറ്റീരിയർ പ്രൊഡക്റ്റ്, എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ പ്രൊഡക്റ്റ് എല്ലാം ഉണ്ട്. ഈ പോളിമർ പുട്ടി എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണം ഒന്ന് പറഞ്ഞാൽ, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എമൽഷൻ അതിൻ്റെ പ്രൈമർ, ഈ പ്രൈമറിലൊക്കെ നമുക്ക് ഒരുപാട് ഏരിയ, എമൽഷനിലൊക്കെ ഒരുപാട് ഏരിയ കൂട്ടാൻ പറ്റും. കമ്പനി ഇപ്പോൾ 100-110 സ്ക്വയർ ഫീറ്റ് പറയുന്ന എമൽഷൻ ആണെങ്കിൽ ആ എമൽഷൻ നമുക്ക് 140 സ്ക്വയർ ഫീറ്റ് വരെ അടിക്കാൻ പറ്റും. അതാണ് ഈ പോളിമർ പുട്ടിൻ്റെ പ്രത്യേകത. എന്നാൽ ഈ പോളിമർ പുട്ടി വിലയെ നോക്കുമ്പം നമുക്ക് നിലവിലുള്ള പൗഡർ പുട്ടിനേക്കാളും കൂടുതലായിരിക്കും ഈ പോളിമർ പുട്ടിയുടെ വില. എന്നാൽ അവിടെ നമുക്ക് ലാഭം കിട്ടുന്നത് അതിലും
കൂടുതലായിരിക്കും. 100 ലിറ്റർ പെയിൻറ്റ് പൗഡർ പുട്ടിൻ്റെ മേലെ 100 ലിറ്റർ പെയിൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അപ്ലൈ ചെയ്യുന്ന 100 ലിറ്റർ പെയിൻറ്റിൻ്റെ സ്ഥാനത്ത് നമുക്കൊരു 30 ലിറ്ററോളം കമ്മിയായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പൈസ നമുക്ക് ലാഭമല്ലേ? ഒരു പ്രീമിയം എമൽഷൻ ആണെങ്കിൽ 30 ലിറ്റർ പെയിൻറ്റിന് പൈസ എത്രയായി? ഒരു 10 റുപ്യോളം വരില്ലേ? ആ ഒരു എമൗണ്ട് ഇവിടെ കുറഞ്ഞ് കിട്ടുക എന്ന് പറഞ്ഞ് നിങ്ങൾ ലാഭം നോക്കുന്നത് ചിലപ്പം പൗഡർ പുട്ടിയുടെ വില എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരിക്കാം. ഒരു 1000 രൂപ വരെ, 850, 1000 രൂപ വരെ ആയിരിക്കാം. എന്നാൽ ഇതിന് അതിൻ്റെ മേലെ വില വരും. പക്ഷേ ഇവിടെ ആ ഒരു ലാഭം നിങ്ങൾ കിട്ടുന്നതിൽ മാറ്റി വെച്ച് നിങ്ങൾ പോളിമർ പുട്ടിയാണ് ഉപയോഗിച്ചത് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഈ 30 ലിറ്റർ പ്രൈമറാണ്. പെയിൻറ്റും പ്രൈമറും ഒക്കെയാണ്. ഇത്രയും എമൗണ്ട് ഒരു 10 റുപ്യ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 റുപ്യ നിങ്ങൾക്ക് ലാഭം കിട്ടിയില്ലേ? ഒരു 2,000 റുപ്യയ്ക്ക് നിങ്ങൾ ലാഭം ചിലപ്പോൾ പുട്ടീൻ്റെ മുകളിൽ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ആ ഉദ്ദേശിച്ച ലാഭം നിങ്ങൾക്ക് 10 റുപ്യോളം ഇവിടെ ഇപ്പുറത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലേ? വലിയൊരു കാര്യമാണ്. അത്രയും എമൗണ്ട് നമുക്ക് ലാഭം വന്നില്ലേ? ഇത് വലിയൊരു കാര്യം തന്നെ. അപ്പോൾ ഈ പോളിമർ പുട്ടിയുടെ ഒരു പുട്ടി ബോർഡാണ് ഇത്. ഈ പുട്ടി ബോർഡിൽ ഇവിടെ 2 പുട്ടി ഇട്ടത് കാണാം. ഒന്ന് പോളിമർ പുട്ടിയും ഒന്ന് സിമൻറ്റ് ബേസ് പുട്ടിയും, അതായത് നമ്മൾ പറയുന്ന പൗഡർ പുട്ടി. ഈ പൗഡർ പുട്ടി പിന്നെ ഇട്ടു, ഇവിടെ പോളിമർ പുട്ടി ഇട്ടു. പോളിമർ പുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രൈമർ അടിക്കാത്ത പുട്ടിയാണിത്. ഇവിടെ ഇങ്ങനെ വരുതി കഴിഞ്ഞാൽ കയ്യിലൊന്നും എന്തുണ്ടാവില്ല, പൗഡർ ഉണ്ടാവില്ല. കാരണം അത്രയും പെർഫെക്ഷനാണ്. പുട്ടിയിട്ട് അതിനെ പേപ്പർ ചെയ്ത് വൃത്തിയാക്കി നല്ലവണ്ണം തുണിയിട്ട് തുടച്ചെടുത്തു. ഇതിന് ശേഷം നമുക്ക് കയ്യിൽ പൗഡർ പറ്റില്ല, ഉറപ്പാ പറ്റില്ല. ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് പറ്റില്ല. എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന സിമൻറ്റ് ബേസ് പുട്ടി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുട്ടിയിടുന്നു, പേപ്പർ ചെയ്യുന്നു, പൊടി തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കൈ ഇങ്ങനെ കൊണ്ടുപോയാൽ കയ്യിലിതാ വെള്ളപ്പൊടി കാണാം കയ്യിൽ. ഇതാണ് സിമൻറ്റ് ബേസ് പുട്ടി. എന്നാൽ ഇതങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് 2 ഉപകാരമുണ്ട്. പ്രൈമർ അടിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും പോളിമർ പൊട്ടിയാണെങ്കിൽ. എന്നാൽ സിമൻറ്റ് ബേസ് പൊട്ടിയാണെങ്കിൽ അത് പറ്റില്ല. എന്തായാലും പ്രൈമർ അടിക്കണം, നിർബന്ധമായിട്ടും പ്രൈമർ അടിക്കണം. പ്രൈമർ അടിച്ചാൽ മാത്രം പോരാ, ചിലപ്പോൾ വീണ്ടും പ്രൈമർ അടിക്കേണ്ടി വരും. കാരണം ഈ സിമൻറ്റ് ബേസ് പുട്ടിയുടെ മേലെ നിങ്ങൾ പ്രൈമർ അപ്ലൈ ചെയ്ത് പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും അവിടെ തരികളുണ്ടാകും. അറിയാം, പെയിൻറ്റർമാർക്ക് അറിയാൻ പറ്റും, തരികളുണ്ടാകും. ഈ തരികൾ വീണ്ടും നമ്മൾ പേപ്പർ ഒന്ന് നൈസായിട്ട് പിടിച്ചിട്ട് വീണ്ടും പ്രൈമർ അടിക്കണം. കാരണം അത് അടിച്ചിട്ടില്ലെങ്കിൽ ഈ അടിക്കുന്ന പെയിൻറ്റ് അകത്തേക്ക് വലിഞ്ഞു പോകും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലാഭം നമുക്ക് പോളിമർ പുട്ടി ഉപയോഗിക്കുന്നതാണ്. മറ്റൊരു കാര്യം, ഈ പോളിമർ പുട്ടിയുടെ പ്രത്യേകത ഒന്നുകൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വെള്ളം അകത്തേക്ക് വലിയില്ല, പുറത്തുനിന്നുള്ള വെള്ളം അകത്തേക്ക് വലിയില്ല. മഴ കൊണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല. നല്ല പോളിമർ പുട്ടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രൈമർ ഇൻക്ലൂഡാണ്. ഇതിനകത്തേക്ക് ഇനി വെള്ളം വലിയില്ല ഇതിട്ട് കഴിഞ്ഞാൽ. അത്രയും പെർഫെക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്നും ലാഭം കിട്ടേണ്ടത് നമ്മുടെ പണമാണ്. എല്ലാം കൊണ്ടും നമുക്ക് തുളസി പെയിൻറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, എത്ര രൂപ നമ്മൾ ഒരു കമ്പനിക്ക് കൊടുക്കുന്നുണ്ടോ ആ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 കാര്യം. ഒന്ന്, മെറ്റീരിയലിൻ്റെ ഏരിയ കൂടുതൽ കിട്ടുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒരു ഏസ് എന്ന് പറയാം, ഏതെങ്കിലും ഏസ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഏസ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വില വരുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു 20 ലിറ്റർ പ്രൈമറും കൂടി വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെയും കൂടെയും വില കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയേ വരുള്ളൂ നിങ്ങൾക്ക് നമ്മുടെ ആ ക്വാളിറ്റി എമൽഷൻ എടുക്കുമ്പോൾ. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ മൊത്തം വില കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇനി നേരത്തെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, നമുക്ക് ലെഡ്, മെർക്കുറി ഇങ്ങനെ തുടങ്ങിയുള്ള ഹെവി മെറ്റൽ കണ്ടൻറ്റ് ശരീരത്തിന് ഹാനികരാകുന്നത് അതൊക്കെയാണല്ലോ. ഇന്ന് ഏറ്റവും കൂടുതൽ പെയിൻറ്റുകളിൽ കെമിക്കലുകളുടെ അളവ് കൂടുതലാണ്.
ഈ അളവ് കൂടുന്നത് കാരണം പല ആളുകൾക്കും പല പ്രശ്നങ്ങളുമാണ്. ചില ആളുകൾക്ക് ഛർദി ഉണ്ടാവാം, ചില ആളുകൾക്ക് എന്നും തലവേദനയായിരിക്കും, ചില ആളുകൾക്ക് വയറുവേദന ഉണ്ടാകും, ചില ആളുകൾക്ക് എന്നും ക്ഷീണം, തളർച്ച, പണിയെടുക്കാൻ പറ്റില്ല, മേലുവേദന, ശരീരവേദന, ഉയരം കയറാൻ പറ്റില്ല, ഇങ്ങനെയുള്ള പല വിഷയങ്ങളുമാണ്. അതുകൊണ്ടാണ് കമ്പനി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ഈ പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. ഈ കമ്പനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹെവി മെറ്റൽ കണ്ടൻ്റായ കെമിക്കൽ ഇല്ല എന്നുള്ളതിൻ്റെ ലാബ് റിപ്പോർട്ടാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് ഇതുപോലെ ലാബ് റിപ്പോർട്ട് തരുന്നുണ്ടോ? ഇല്ല. ഉണ്ടെന്നവർ പറയോ? ഇല്ല, പറയില്ല. അവരുടെ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിങ്ങൾക്ക് പോയാൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കാണാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, പറ്റില്ല. കാരണം നമ്മുടെ ഈ കമ്പനി ഉറപ്പിച്ച് ഇങ്ങനെ ഒരു ലാബ് റിപ്പോർട്ട് തരുന്നത് തന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പ്രൂവ് ചെയ്തത് കൊണ്ടാണ് ഈ ലാബ് റിപ്പോർട്ട് തന്നിട്ടുള്ളത്. എല്ലാ പ്രൊഡക്റ്റുകളുടെയും ലാബ് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലാബ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ ധൈര്യത്തോടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് എന്നാൽ അങ്ങനെയല്ല, ഞാൻ പ്രൂവ് ചെയ്യുന്നു, എനിക്കിത് ധൈര്യത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ, നമ്മുടെ പെയിൻറ്റ്, നമ്മുടെ തുളസി, നമുക്ക് RCMലൂടെ ഇറക്കി തന്ന ഈ പ്രൊഡക്റ്റുകൾ, ഇതിനകത്ത് ലെഡ്, മെർക്കുറി, അതുപോലെ ആഴ്സനിക് ഇങ്ങനെ തുടങ്ങിയുള്ള ഹെവി മെറ്റൽ കണ്ടൻ്റായ കെമിക്കലുകൾ ഇല്ല എന്നുള്ളതിൻ്റെ ലാബ് റിപ്പോർട്ട് എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ പറ്റും. ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണെന്നും ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് വരെ കെമിക്കലിൻ്റെ റിയാക്ഷൻ ഏൽക്കില്ല എന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇതാണ് നമ്മുടെ തുളസി പെയിൻറ്റ്. RCMലൂടെ മാത്രം വിറ്റഴിക്കുന്ന ഒരു പെയിൻ്റാണ് ഈ തുളസി പെയിൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് RCM, ജയ് തുളസി പെയിൻറ്റ്.